ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ എംബ്രോയിഡറി ഏറ്റവും പുതിയതിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ജൂലൈ ആയി ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ കുറച്ച് സാഡ് ന്യൂസുമായിട്ടാണ് യു കെയിൽ നിന്ന് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് യു കെ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീമിൻ്റെ ബാലറ്റ് ഓപ്പൺ ആവുകയാണ്. അപ്പോൾ യു കെ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം എന്താണെന്ന് അറിയാത്തവരും ഉണ്ടാകാം, അറിയുന്നവരും ഉണ്ടാകാം, നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ്റും യു കെ ഗവൺമെൻറ്റും ചേർന്ന് സംയുക്തമായി ഉൾപ്പെട്ടൊരു സ്കീമാണ് ഇന്ത്യ യു കെ യങ് പ്രൊഫഷണൽ സ്കീം എന്ന് പറയുന്നത്. ഇത് പ്രകാരം ഇരു രാജ്യങ്ങളിലുള്ള യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് രണ്ട് രാജ്യങ്ങളിലോട്ടും പോയി പഠിക്കാനും ജോലി ചെയ്യാനുമുള്ള സുവർണാവസരമാണ്. അപ്പോൾ ഫെബ്രുവരിയിലും ജൂലൈയിലുമാണ് ഈ രണ്ട് സമയത്ത് ബാലറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ രീതികൾ, എന്തൊക്കെയാണ്, എന്നാണ് ഇതിൻ്റെ ഡേറ്റ് ഫിക്സ് ആവുന്നത്, ഇതിന് എന്തൊക്കെയാണ് ഫീസ്, എത്ര എക്സ്പെൻസ് ആവും എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ യു കെയിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിലും യു കെയിലോട്ട് വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞൊരു 2 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ മുൻ വർഷങ്ങളിലുള്ളതിനേക്കാളും 82% കുറവാണ് യു കെയിലുള്ള കുടിയേറ്റം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് കാരണം എന്താണ്? യു കെയിലുള്ള ഈ കടുത്ത പല നിയമങ്ങൾ തന്നെയാണ്. അപ്പോൾ യു കെ വരാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, നിയമങ്ങൾ ഇങ്ങനെ കടുപ്പിച്ചതുകൊണ്ടാണ് പലർക്കും വരാൻ വേണ്ടി സാധിക്കാത്തത്. നേരെ വീഡിയോട്ട് എടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് ടെസ്റ്റോ OET IELTS പോലെയുള്ള യാതൊരു രീതിയിലുള്ള ഇംഗ്ലീഷ് ടെസ്റ്റും ഇല്ലാതെ വെറും ഡിഗ്രി മാത്രം ഉണ്ടെങ്കിൽ, ഡിഗ്രി പാസ്സാണെങ്കിൽ സുവർണാവസരമാണ്. അപ്പോൾ ജൂലൈയിൽ ഇപ്പോൾ അത് ഓപ്പൺ ആവുകയാണ്, ബാലറ്റ് പേപ്പർ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യത്തെ കാര്യം തന്നെ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, IELTS OET പോലെയുള്ള യാതൊരു രീതിയിലുള്ള ഇംഗ്ലീഷ് ടെസ്റ്റും പാസ്സാവേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് വലിയൊരു സംഭവമാണ്. കാരണം ഇപ്പോൾ B1 B2 എന്നെല്ലാം പറഞ്ഞ് ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് യു കെയിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനിടയിലാണ് യാതൊരു രീതിയിലുള്ള ഇംഗ്ലീഷ് ടെസ്റ്റും ഒന്നും പാസ്സാവാതെ IELTS OET ഒന്നും ഇല്ലാതെ യു കെയിൽ എത്തിച്ചേരാൻ പറ്റും എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? എനി ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു കെയിൽ വരാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സ്കീം പ്രകാരമാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി മാത്രം മതി, ഡിഗ്രി പാസ്സായാൽ മാത്രം മതി, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്താണ്? നിങ്ങൾക്ക് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. 30 വയസ്സിന് മേലെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. 30 വയസ്സിന് മേലെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവേദി വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് 18-30 ഇടയിലുള്ള യു കെയിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഡിഗ്രി പാസ്സായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ വർഷത്തെ രണ്ടാമത്തെയും അവസാനത്തെയും ഒരു ചാൻസാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത വർഷമേ ചാൻസ് ഉള്ളതുകൊണ്ട് ആരും ഇത് മിസ് ചെയ്യരുത്. അതായത് 3000 പേർക്കാണ് ഒരു വർഷം ചാൻസ് ഉള്ളത്. ഏകദേശം 2200 പേരെ ഫസ്റ്റ് ഫെബ്രുവരിയിലുള്ള ചാൻസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ആൾക്കാരെയാണ് ഈ ഒരു ചാൻസിൽ എടുക്കുക. അപ്പോൾ ഇത് വെറും ബാലറ്റ് സിസ്റ്റമാണ് കേട്ടോ. ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ യോഗ്യതയ്ക്കനുസരിച്ചോ ക്വാളിഫിക്കേഷൻ അനുസരിച്ചോ നിങ്ങളുടെ മാർക്ക് ഷീറ്റിലെ മാർക്കിനനുസരിച്ചിട്ടോ ഒന്നുമല്ല ഇത് നിങ്ങൾക്ക് കിട്ടുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് ലക്ക് മാത്രമാണ്. അതായത് ഇത് പ്രകാരം ഞാനത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് പ്രകാരം ഗവൺമെൻറ് സൈറ്റിൽ പോയി അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ലോട്ടിലിടും. അങ്ങനെ അത് ഒരു ലോട്ടറിയാണ്. ലോട്ടറി സിസ്റ്റം പ്രകാരം നിങ്ങൾ പേര് വരികയാണെങ്കിൽ നിങ്ങൾക്ക് യു കെ വരാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വരുന്ന ജൂലൈ 21, 2026 ജൂലൈ 21 ഈ ഒരു ബാലറ്റ് ഓപ്പൺ ആവുന്നത്. ജൂലൈ 2021 ഉച്ചയ്ക്ക് 1:30 ഓപ്പൺ ആവും. ജൂലൈ 23 ഉച്ചയ്ക്ക് 1:30 ഈ ഒരു ബാലറ്റ് ക്ലോസ് ആവുകയും ചെയ്യും. ഇത് അപേക്ഷിക്കുന്നത് പൂർണ്ണമായിട്ട് സൗജന്യമാണ് കേട്ടോ. ബാലറ്റ് അപേക്ഷിക്കുന്നത് യാതൊരു രീതിയിലും ഫീസോ കാശോ കൊടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് പല ആൾക്കാരും പറ്റിക്കാൻ സാധ്യതയുണ്ട്. പല ഏജൻസികളും നിങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞ് ക്യാഷ് വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. ദയവ് ചെയ്ത് ഏതൊരു ഏജൻസിയുടെയും തട്ടിപ്പിൽ പോയി പെടാതിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യങ്ങൾക്ക് ഒരുപാട് പേര് അങ്ങനെ തട്ടിപ്പിൽ അകപ്പെട്ടിട്ടുണ്ട്. ഇത് കമ്പ്യൂട്ടർ വഴിയുള്ള റാൻഡം ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ആദ്യം അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് അങ്ങനെയൊന്നുമില്ല. ഈ 48 മണിക്കൂർ സമയമുണ്ട്. ഈ 48 മണിക്കൂറിനുള്ളിൽ എപ്പോൾ അപ്ലൈ ചെയ്താലും ആ ഒരു സിസ്റ്റത്തിൽ ഉൾപ്പെടുകയും ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അല്ലാതെ ആദ്യം അപ്ലൈ ചെയ്തവർക്ക് ആദ്യം കിട്ടും അങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നും ഇതിലില്ല. അതേപോലെ തന്നെ 1 രൂപ ഫീസ് ഇതിന് ഈ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടയ്ക്കേണ്ടതില്ല. മാത്രമല്ല 2 വർഷം മാത്രമേ യു കെയിൽ ഈ ഒരു വിസ പ്രകാരം നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ, ഈ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ ജോലി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതേപോലെ വേണമെങ്കിൽ പഠിക്കാം, അത് കുഴപ്പമുള്ള കാര്യമല്ല. ഈ 2 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല, തിരിച്ച് നാട്ടിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്താ, ഈ 2 വർഷം കൊണ്ട് യു കെയിൽ നിങ്ങളൊരു ജോലി കണ്ടെത്തി വിസ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്ത് മാറാൻ പറ്റും. അത് മാറിയിട്ട് നിങ്ങൾ വേറെ ജോലിയിലോട്ട് മറ്റും മാറാം. എന്നല്ലാതെ ഈ വിസ തന്നെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി എല്ലാവരെയും കുഴപ്പിക്കുന്ന കാര്യം പണത്തിൻ്റെ കാര്യമാണ്. എത്ര രൂപ ചിലവാകും, ഇതൊക്കെ എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ തുടക്കത്തിൽ ഇതിനെക്കുറിച്ച് ബോധേടാവണ്ട. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ബാലറ്റിൽ വിജയിച്ചാൽ 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾ യു കെയിലോട്ട്
വരണമെന്നുള്ളതാണ്. നിങ്ങൾ ബാലറ്റിൽ വിജയിച്ച് നിങ്ങൾക്ക് മെയിൽ കിട്ടുമല്ലോ, ആ മെയിൽ കിട്ടിയിട്ട് 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് UK എത്തണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം വരുന്നത്. ആ സമയത്താണ് ക്യാഷ് വേണ്ടി വരിക. അത് എത്രയാണെന്ന് ഞാൻ പറയാം. വിസ ആപ്ലിക്കേഷൻ ഫീസ് 340 പൗണ്ടാണ്. കഴിഞ്ഞ തവണ ഇത് 320 319 പൗണ്ട് ആയിരുന്നു. ഒരു 20 പൗണ്ട് ഇപ്രാവശ്യം കൂടിയിട്ടുണ്ട്. 340 പൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 42,000 43,000 രൂപ വരും ഇന്നത്തെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഏകദേശം നിലവാരം എന്ന് പറയുമ്പോൾ. അതേപോലെ ഹെൽത്ത് കെയർ സർചാർജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ UK വരുമ്പോൾ ഹോസ്പിറ്റൽ കാര്യങ്ങളെല്ലാം ഫ്രീ ആണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് നമ്മൾ വിസയിൽ തന്നെ അതിന് ഹെൽത്ത് കെയർ സർചാർജ് പേ ചെയ്യേണ്ടതുണ്ട്. അത് 1552 പൗണ്ടാണ്. ഏകദേശം 2 ലക്ഷത്തിൽ പരം 2 ലക്ഷത്തിന് അടുത്ത് എമൗണ്ട് വരും ഇന്ത്യൻ റുപ്പീസുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ. ഇതിന് പുറമെ 2530 പൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ സേവിങ്സ് ആയിട്ട് കാണിക്കണം. 2530 പൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3,26,000 സംതിങ് എമൗണ്ട് വരും. അപ്പം ഇത്രയുമാണ് നിങ്ങളുടെ കയ്യിൽ തുക എമൗണ്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു വിസ ലഭിക്കുകയാണെങ്കിൽ UK ഏത് ജോലിയും നിങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. കൂടാതെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ്സും തുടങ്ങാം. അതിനൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷേ അതിനൊക്കെ ചില നിബന്ധനകൾ ഉണ്ട് എന്ന് മാത്രം. അതായത് നമ്മൾ വാടകയ്ക്കെടുത്ത ഒരു മുറി ഉണ്ടായിരിക്കണം. അതേപോലെ ഒരു സ്റ്റാഫിനെ നമുക്ക് വെക്കാൻ വേണ്ടി സാധിക്കില്ല. അതായത് നമുക്ക് തന്നെ അതിൽ ജോലി ചെയ്യാം, നമുക്കൊരു സ്റ്റാഫിന് സാലറി കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് മാത്രം. അതേപോലെ 5000 പൗണ്ടിൽ കൂടുതലുള്ള ഒരു ബിസിനസ് ആവുകയും ചെയ്യരുത്. അങ്ങനെ കുറച്ച് നിബന്ധനകളുണ്ട്. അതേപോലെ തന്നെ ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ, പബ്ലിക് ഫണ്ട്സ് ഒന്നും ഈ ഒരു വിസ പ്രകാരം നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഇവിടെ പല കാലങ്ങൾക്ക് പബ്ലിക് ഫണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ പബ്ലിക് ഫണ്ട്സ് കൊണ്ടുവരാൻ ഒന്നും നമുക്ക് നേടാൻ പറ്റില്ല. അതേപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ ആൾക്കാർ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊന്നും ഈ ഒരു വിസയുടെ അണ്ടറിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് ആണ്. പിന്നെ ഏത് ജോലി ചെയ്യാം എന്ന് പറഞ്ഞു, 2 ജോലികൾ മാത്രം ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരു പ്രൊഫഷണൽ കോച്ചായോ ഒരു സ്പോർട്സ് താരമായോ ഒന്നും ഈ ഒരു വിസയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബാക്കി ഏത് ജോലിക്ക് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു വിസയിൽ വന്നു കഴിഞ്ഞാൽ ഈ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ ജോലി കണ്ടെത്തിയേ പറ്റൂ. FLR എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള നിയമവിരുദ്ധമായിരിക്കും, അത് ഓർക്കുക. അപ്പോൾ ഇത്രയും പറയുമ്പോൾ പല ആൾക്കാരും താഴെ ഒരു കമൻറ്റ് വരാനുള്ളൊരു സാധ്യത എന്താ അറിയോ, നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു വിസയിൽ വന്ന ആൾക്കാരാണ്, ഞങ്ങൾക്ക് ജോലിയൊന്നും ലഭിച്ചിട്ടില്ല, പിന്നെ എന്താണ് പുതിയൊരാൾക്കാർക്ക് വരെ വേണമെങ്കിൽ ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീഡിയോ ചെയ്തപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് കണ്ടു. അപ്പോൾ അത്തരക്കാരോട് പറയുകയാണ്, നമ്മളിപ്പോൾ നാട്ടിൽ ഞാൻ പലപ്പോഴും അവരുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ഞാൻ യാതൊരു രീതിയിലുള്ള ഇമിഗ്രേഷൻ സോളിസിറ്ററോ അല്ലെങ്കിൽ ഇത് ഒരു ഏജൻസി ഒന്നുമല്ല. ഇങ്ങനെ ഒരു വിസയുണ്ട് എന്ന കാര്യം നിങ്ങൾ അറിയിക്കുക മാത്രമാണ്. UK വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ വരണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. UK വന്ന ശേഷം ജോലി ലഭിക്കുകയോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഭയങ്കര, ആദ്യമേ ഓപ്പണായിട്ട് പറയാം, ജോലി ലഭിക്കുക എന്നുള്ള ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ജോലി ലഭിക്കും, പക്ഷേ സ്പോൺസർഷിപ്പുള്ള വിസയുള്ള ജോലി ലഭിക്കുക എന്ന് പറഞ്ഞ് നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്താണ് പക്ഷേ, താരതമ്യേന ഏറ്റവും കുറഞ്ഞ ചിലവിൽ UK വരാൻ വേണ്ടി പറ്റുന്ന ഒരു വിസയാണ് ഇത്. അപ്പോൾ അങ്ങനെ ഒരു കുറഞ്ഞ ചിലവിൽ വന്ന ശേഷം നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അത് അവനവന് സ്വന്തം നെഞ്ചിൽ വെച്ച് കൈവച്ചിട്ട് ആലോചിക്കുക, നിങ്ങൾക്ക് കഴിവുണ്ടോ, നിങ്ങൾക്ക് വിസ ലഭിക്കുമോ. കാരണം എന്താണ്, സർവൈവൽ ഫോർ ദ ബെസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ നല്ല രീതിയിലുള്ള സമ്മർദ്ദവും മത്സര ബുദ്ധിയൊക്കെ ഉണ്ടാവും നമ്മൾ ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഇതേപോലെ പല രീതിയിലുള്ള ആൾക്കാർ, നഴ്സുമാരെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്ന ഹസ്ബൻഡ്സ്, അതേപോലെ തന്നെ സ്റ്റുഡൻസ്, PSW പീരീഡിലുള്ള ആൾക്കാർ, ഇന്ത്യയല്ല മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇതേപോലെ ഇന്ത്യ UK യങ് പ്രൊഫഷണൽ സ്കീം പോലെ യൂത്ത് മൊബിലിറ്റി വിസയുണ്ട് മറ്റു രാജ്യങ്ങൾക്കായിട്ട്, ഓസ്ട്രേലിയ പോലെയുള്ള മറ്റു രാജ്യങ്ങൾക്കായിട്ട്. അതായത് നൈജീരിയക്കാർ, ചൈനക്കാർ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലുള്ള ആൾക്കാരുണ്ടാവും, യൂറോപ്യൻസ്. ഇവരൊക്കെ ആണ് നമ്മൾ മത്സരിക്കേണ്ടത്. നമ്മളൊക്കെ മലയാളികളാണ്, മലയാളം മാത്രം സംസാരിച്ച് ഇംഗ്ലീഷ് നമുക്ക് അറിയാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്ന് നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ മത്സരിക്കേണ്ടത് ആരുടെ അടുത്തൊക്കെയാണ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നിന്നൊക്കെ വന്ന ആൾക്കാരെ അടുത്താണ്. അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ മത്സരിച്ച് ജയിക്കാനുള്ള കാലിബർ നിങ്ങൾ കൊണ്ടുവന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, ഞാനല്ല. ഇക്കാര്യം വിലയിരുത്താൻ സാധിക്കില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു വിസ ഉണ്ട് എന്ന് മാത്രമാണ്. ഈ വിസ ഉണ്ട്, വന്ന് ജോലി കിട്ടാതെ എത്രയോ പേരുണ്ട്. 2 വർഷം ജോലി കിട്ടാതെ തിരിച്ചുപോയ ആൾക്കാരുണ്ട്, ജോലി കിട്ടി സെറ്റിൽ ആയ ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ ആൾക്കാരും അവനവൻ തീരുമാനിക്കാൻ വരാൻ സാധിക്കുമില്ലയോ എന്നുള്ളത് അതുകൂടി പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ ജൂലൈ 21-നാണ് ഈ ഒരു ബാലറ്റ് ഓപ്പൺ ആവുന്നത്. ആരും വിട്ടുപോകരുത്. 48 മണിക്കൂറാണ് കഴിഞ്ഞാൽ ഈ ബാലറ്റ് ക്ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നതാണ് 2 വർഷത്തിനുള്ളിൽ ജോലി കണ്ടെത്തണം, അല്ലെങ്കിൽ ഈ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ 2023 തൊട്ടോ മറ്റോ ആണ് ഈ ഒരു വിസ നിലവിലുള്ളത്. എല്ലാ വർഷവും 3000 പേർക്ക് 2 തവണയായിട്ട് UK വരാൻ വേണ്ടി സാധിക്കുന്ന ഒരു ബാലറ്റ് സിസ്റ്റമാണ്. അപ്പോൾ നരേന്ദ്രമോദിയും അതേപോലെ അന്നത്തെ UK പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഋഷി സുനക്കുമാണ് ഈ ഒരു സ്കീമിൽ ഒപ്പിട്ടത്. അപ്പോൾ ഇതേപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് UK വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വിസ സ്കീംസും മറ്റും ഒക്കെ പരിചയപ്പെടുത്താനും എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനും ശ്രമിക്കാം. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. UK വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തേക്കും കേട്ടോ. അപ്പോൾ മറ്റൊരു കിടിലൻ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വേണ്ടി വരാം. അതുവരേക്കും ബൈ, സീ യു, താങ്ക് യു.